ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മളുടെ കല്യാണ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാക്കി കാണുന്ന നല്ല ടേസ്റ്റ് ഉള്ള പൊരിച്ച കോഴി ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കോഴി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാനായി 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് വലിയ പീസായി ബിരിയാണി കട്ടായിട്ട് തന്നെ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇനി ഇത് നമ്മൾക്കൊന്ന് മസാല പുരട്ടിയെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇതൊരു 10 മിനിറ്റ് നമ്മൾക്കൊന്ന് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ 4 കപ്പ് ബാസ്മതി റൈസാണ് ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാനായി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല റൈസും എടുക്കാവുന്നതാണ്. ഇതിനി നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. നന്നായി കഴുകി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ വെച്ചാൽ മതി. നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുകയൊന്നും വേണ്ട. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 5 സവാള ഇതുപോലെ നേർമയായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാനും ബാക്കി 3 എണ്ണം ബിരിയാണി മസാലയ്ക്കുള്ളതുമാണ്. അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള 4 പഴുത്ത തക്കാളി ഇതേപോലെ നീളത്തിൽ നേർമയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്ക് തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒരു കൈപ്പിടിയോളം മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ മസാലയ്ക്ക് ആവശ്യമായി 1 കുടം വെളുത്തുള്ളി വൃത്തിയാക്കിയതും 6 പച്ചമുളകും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ചതച്ചു കൊണ്ടുവരാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച പേസ്റ്റ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും 2 സവാള നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് സവാള ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ മസാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന അതേ പോട്ടിൽ തന്നെയാണ് ഞാനിപ്പോൾ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതേ എണ്ണയിൽ തന്നെ മസാലയും ഉണ്ടാക്കാം. വേറെ എണ്ണ ഉപയോഗിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ ഉപയോഗിക്കാതെ വളരെ കുറച്ച് എണ്ണയിൽ തന്നെ നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ല ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾക്ക് ഇത് കോരി മാറ്റണം. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിന്നാൽ സവാളയ്ക്ക് നല്ലൊരു കയ്പ്പ് രസമായിരിക്കും. സവാള വറുത്ത് കോരിയെടുത്ത് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് വറുത്തെടുക്കണം. ആദ്യം നമ്മൾക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾക്ക് റൈസിൻസും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും അതേപോലെ തന്നെ സവാളയും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ചൂടായ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് മൊരിച്ചെടുക്കേണ്ട കാര്യമില്ല. 2 ഭാഗവും ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കാരണം നമ്മൾ ഇത് ഇനി മസാലയിലിട്ട് ഒന്നും കൂടെ വേവിക്കാനുള്ളതാണ്. ഇപ്പോൾ 2 ഭാഗവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ ബാക്കി കഷ്ണങ്ങളും നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾക്ക് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന 3 സവാള ചേർത്ത് കൊടുക്കാം. സവാള എപ്പോഴും നല്ല നേർമയായി തന്നെ അരിയണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിവിടെ വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല.
ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റണം. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് നല്ല മഷി പോലെ ആക്കണം. അതിനുവേണ്ടി നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം മൂടി അടച്ചു വെച്ച് ചെറു തീയിൽ ഒരു 2-3 മിനിറ്റ് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് കിട്ടും. 3 മിനിറ്റ് ചെറു തീയിൽ നന്നായി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് തവി വെച്ച് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം. നല്ല പേസ്റ്റ് പോലെ ഈ മസാലയാക്കി എടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് മസാലയൊക്കെ നല്ല പേസ്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ബിരിയാണിയിലേക്ക് നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാറില്ല. ഇനി ഈ മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ല പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാളയിൽ നിന്നും 1/4 ഭാഗം സവാള ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കൈപ്പിടിയോളം മല്ലിയില പുതിനയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം മല്ലിയില പുതിനയില ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇത് കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. തീരെ ചേർത്ത് കൊടുക്കാതിരിക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് ഇതിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി തീ കൂട്ടി വെക്കാൻ പാടില്ല. കാരണം നമ്മൾ ഇതിലേക്ക് ഇനി വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ തൈരിലും ചിക്കനിൽ നിന്നിറങ്ങുന്ന വെള്ളത്തിലും വേണം ഇനി നല്ലൊരു മസാലയായി ഇത് വരാൻ. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി നമ്മൾക്ക് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഈ തൈരിൽ നിന്നും ചിക്കനിൽ നിന്നും ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ ഇത് നന്നായി ഒന്ന് വെന്ത് നല്ല മസാലയായി കിട്ടും. മസാല വേവാൻ വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് റൈസ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യുടെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് എണ്ണ വേണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് നന്നായി ചൂടായതിനു ശേഷം നമ്മൾക്ക് ഇതിലേക്ക് മുഴുവൻ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 വലിയ കഷ്ണം കറുവപ്പട്ട, 3-4 ഏലക്കായ, അതുപോലെ തന്നെ 5-6 ഗ്രാമ്പൂ, 2 തക്കോലം, ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഗരം മസാലയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെള്ളം വാലാൻ വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതീയിൽ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ അരി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പം അരി മുഴുവനായിട്ടങ്ങ് പൊടിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാനിവിടെ കഴുകി വാരി വെള്ളം വാലാൻ വെച്ചത്. ഇപ്പോൾ അരിയൊക്കെ നന്നായി വഴറ്റി നല്ലവണ്ണം മൂത്ത് അരി ചെറുതായി ഒന്ന് പൊട്ടുന്ന ശബ്ദമൊക്കെ കേട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾക്കിതൊരു 80% വേവിലാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. 2 കപ്പ് വെള്ളം കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾക്ക് അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബേ ലീഫിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വലിയ ബേ ലീഫ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പകുതി ചേർത്ത് കൊടുക്കുന്നത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു മുഴുവൻ ബേ ലീഫ് ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് മൂടി അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് മസാല തുറന്നു നോക്കാം. ചിക്കൻ മസാലയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു വെക്കാം. അതിനുശേഷം നമ്മൾക്ക് അരി വെന്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ദമ്മിട്ട് കൊടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട്. നമ്മൾക്ക് മൂടി തുറക്കാം. ചോറൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതുപോലെ വേവിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ചോറ് കിട്ടും. ഇനി ഇത് നമ്മൾക്ക് ദമ്മിടാം. ചിക്കൻ മസാല ഒന്നുകൂടി നമ്മൾക്കൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിന്റെ മുകളിലേക്ക് വേവിച്ചെടുത്ത റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ലെയർ ആയിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ലെയർ ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ഒരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മല്ലിയില പുതിനയില അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അതേപോലെ തന്നെ കാഷ്യൂനട്ടും റൈസിൻസും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ലെയർ റൈസ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് ഒരൽപ്പം ഗരം മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുകളിലത്തെ ലെയറിലേക്കാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ചോറിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാനാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയില പുതിനയില അരിഞ്ഞതും വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കാഷ്യൂനട്ടും റൈസിൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമ്മൾക്കൊന്ന് ദം ചെയ്തെടുക്കാം. 10 മിനിറ്റ് ദമ്മിലിട്ടതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. മുകളിലത്തെ ലെയറിലുള്ള റൈസൊക്കെ നമ്മൾക്ക് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊരിച്ച കോഴിയുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾക്കിനി സെർവ് ചെയ്യാം. ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ചിക്കനും മസാലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് ആദ്യം മസാല ചേർന്ന ചോറും അതിനുശേഷം മുകളിലത്തെ ചോറും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാണ് സാധാരണയായിട്ട് ബിരിയാണി സെർവ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച കോഴി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.